സൂര്യപ്രകാശം ഒരു പരിധി വരെ നമുക്ക് കൊള്ളുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വിറ്റമിൻ ഡി സിന്തസിസിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്ത് ചൂട് വളരെ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ സൺ ടാനും സൺ ബേണും കോമൺ ആയിട്ട് മിക്കവരിൽ കണ്ടുവരുന്നുണ്ട്. ഈ ഒരു സൺ ടാനും സ്കിൻ ഡാമേജും ഒക്കെ മാറ്റാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ചില ഹോം റെമഡീസിനെ കുറിച്ചുമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂട് കൂടിയിരിക്കുന്ന സമയത്ത് കുറച്ചു സമയമാണെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് സ്കിൻ സെൽസ് ഡാമേജ് ആവാൻ കാരണമാകുന്നുണ്ട്. സോ ഫസ്റ്റ് ഡാമേജ് ആയിട്ട് അത് റിപ്പയർ ചെയ്യുന്നതിലും ഭേദം നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ലത്. സോ നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അധികം വെയിലുള്ള സമയങ്ങളിൽ ചൂട് കൂടിയിരിക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ പുറത്തു പോകുന്നത് അവോയ്ഡ് ചെയ്യുക. ഇൻ കേസ് നമ്മൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. വേനൽക്കാലത്ത് നമ്മൾ പുറത്തു പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും മസ്റ്റ് ആയിട്ട് നമ്മളൊരു 3 to 4 hours കൂടുമ്പോൾ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. കൂടുതൽ വെയിലത്തേക്ക് എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു തൊപ്പിയോ അല്ലെങ്കിൽ ഒരു സ്കാർഫോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടയോ ഒക്കെ നമ്മൾ കരുതേണ്ടതാണ്. നമ്മുടെ ബോഡിയെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മുതൽ 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ദിവസേന കുടിക്കേണ്ടതാണ്. പുറത്തു പോയി നമുക്ക് സ്കിന്നിനൊരു ഡാമേജ് സംഭവിച്ചു അല്ലെങ്കിൽ മുഖത്ത് കരിവാളിപ്പോ അല്ലെങ്കിൽ സൺബേണോ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്കിന്നിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടതാണ്. സ്കിന്നിന് കരിവാളിപ്പ് ഏറ്റിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റ് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ ഫേസ് നന്നായിട്ട് കഴുകേണ്ടതാണ്. ഫ്രിഡ്ജിൽ വെച്ച വെള്ളമോ അല്ലെങ്കിൽ നോർമൽ കുറച്ച് തണുപ്പ് കൂടിയ വെള്ളവും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് നമ്മൾ മുഖം കഴുകാൻ ശ്രദ്ധിക്കുക. മുഖവും നമുക്ക് എവിടെയൊക്കെയാണ് സൺ ഡാമേജ് ഏറ്റിട്ടുള്ളത് ആ ഭാഗവും കൈയും അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗവും മുഖവും ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കഴുകാവുന്നതാണ്. സൈനസൈറ്റിസിന്റെയോ മറ്റ് അലർജിയുടെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ബൗളിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് ഫേസ് വേണമെങ്കിൽ നമുക്ക് കുറച്ചു നേരം അതിൽ മുക്കി വെച്ച് നമുക്ക് എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരം നമുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സ്കിൻ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള മേക്കപ്പോ മറ്റു സ്കിൻ പ്രൊഡക്റ്റുകളും നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു കരിവാളിപ്പിന് തൈര് നല്ലൊരു ഹോം റെമഡിയാണ്. തൈര് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ തൈരിൽ ലാക്റ്റിക് ആസിഡ് ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ ചെറുതായിട്ടുള്ള ഒരു ഡെഡ് സെൽസിന്റെ ഒക്കെ ഒരു എക്സ്ഫോളിയേഷൻസ് നടക്കുകയും നമുക്ക് സ്കിന്ന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു കരിവാളിപ്പും സ്കിൻ ഡാമേജ് കുറയ്ക്കുവാനും നമുക്ക് ഇതുമൂലം സാധിക്കുന്നതാണ്. നമുക്ക് തൈരിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ തേനൊക്കെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ കടലപ്പൊടിയോ മറ്റു പൊടികളുടെയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു തൈര് അപ്ലൈ ചെയ്യാവുന്നതാണ്. കടലപ്പൊടിയും തൈരും ഒക്കെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് നമുക്കൊരു ആഴ്ചയിൽ 2-3 തവണ ചെയ്താൽ മതിയാകും. ഡെയിലി വേണം നമുക്ക് നോർമലായിട്ട് തൈരും തേനും മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വൺ ആണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത്. തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും കയ്യിലും ഒക്കെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് തക്കാളിയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് തേൻ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തക്കാളിയും കടലമാവും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ നമുക്ക് അതൊരു പാക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഒരു സ്ക്രബ് പോലെ യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ സ്കിൻ ഡാമേജ് ആയിട്ടുണ്ട്, നല്ല പുകച്ചിലൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രബ് യൂസ് ചെയ്യുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഓൾറെഡി നമ്മുടെ സ്കിന്നിന് നല്ല ഇറിറ്റേഷൻസും ബേർണിങ്ങും ഒക്കെ ഉണ്ടാവും. സോ ആ ഒരു സമയത്ത് നമ്മൾ സ്കിന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സ്കിൻ ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ കരിവാളിപ്പ് വന്ന് സ്കിന്ന് ജസ്റ്റ് ഒന്ന് എക്സ്ഫോളിയേറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് അത് സ്കിന്നിന് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാവുകയും ഇതൊരു പ്രോബ്ലംസ് കൂടാനും ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫേസിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അധികം മസാജ് ചെയ്യാതെ നമുക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2-3 തവണ വേണമെങ്കിൽ ജസ്റ്റ് ഈ കടലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്രബായിട്ട് ജസ്റ്റ് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ഫേസിൽ ഡെയിലി അപ്ലൈ ചെയ്തിട്ട് ഒരു 20 to 30 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ കടലപ്പൊടിയുടെ ഒക്കെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കുക്കുംബറും
വളരെ എഫക്റ്റീവ് ആണ് ഈ ഒരു കരിവാളിപ്പിന്. കുക്കുംബറിന്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 20 to 30 മിനിറ്റ് വെച്ചിട്ട് അത് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. കുക്കുംബറിന്റെ ജ്യൂസും അതുപോലെ തന്നെ തൈരും മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമുക്കൊരു 20 to 30 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് അതും വാഷ് ചെയ്തിട്ട് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്കിൻ ഡാമേജ് കുറയ്ക്കുവാനും നമുക്ക് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യുവാനും അതുപോലെ തന്നെ നമുക്ക് ഇതിലൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്ലീച്ചിങ് ഏജന്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് കുറച്ച് ബ്രൈറ്റ് ആക്കാനും കരുവാളിപ്പൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു കുക്കുംബറും തക്കാളിയും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഐസ് ക്യൂബ് ഫോം ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ സ്കിൻ ഡാമേജ് കുറയ്ക്കുവാനും കരുവാളിപ്പ് കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് വളരെയധികം സഹായകരമാണ്. ഇതൊക്കെയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില നാച്ചുറൽ ഹോം റെമഡീസ്. നമുക്ക് കൂടുതലായിട്ടും സ്കിൻ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ ചൊറിച്ചിലും അതുപോലെ തന്നെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണിക്കേണ്ടതാണ്. കൂടുതൽ വൈകുന്നതിന് മുന്നേ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചില സമയത്ത് ആ ഒരു മെഡിസിൻസിന്റെ ഒക്കെ ആവശ്യം നമുക്ക് വേണ്ടി വരുന്നതാണ്. ഈ ഒരു ടിപ്സിനോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണത്തിനും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കഴിക്കേണ്ടതാണ്. വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. ഓറഞ്ചും വാട്ടർമെലണും ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. സോ ഇതൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. മിനിമം ഒരു 2.5 മുതൽ 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ദിവസേന കുടിക്കേണ്ടതാണ്. ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ടോക്സിൻസിനെയും നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ടും പല ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കുവാനും നമ്മളെ സാധിക്കുന്നതാണ്. സ്കിന്ന് നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ സിറംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ആ സിറംസ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഹോം റെമഡീസ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.